എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ നെയിൽ കെയർ വീഡിയോ ആണ്. ഒരുപാട് പേര് ഒരുപാട് ദിവസമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നെയിൽ കെയർ വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ ഇന്ന് നമ്മുടെ നെയിൽ കെയർ വീഡിയോ ആണ്. നെയിൽ കെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് നെയിൽ കെയർ ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് പേര് ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. നെയിൽ എന്ന് പറയുന്നതിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതിനെ മാറ്റി വെക്കും. എവിടെയെങ്കിലും പോവാൻ കാലത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കയ്യിനെ നോക്കുമ്പോൾ അതിനൊട്ടും ബ്യൂട്ടി ഇല്ലല്ലോ എന്ന് ആലോചിച്ച് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഞാൻ എൻ്റെ നെയിലിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കൈ കുറച്ചുകൂടിയൊക്കെ ഭംഗിയിൽ സൂക്ഷിക്കണം. പക്ഷെ അതെങ്ങനെയാണ് സൂക്ഷിക്കുക എന്ന് നമുക്കറിയില്ല. നെയിലിന് ഏറ്റവും വളരെ കൃത്യമായിട്ട് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ, ഓവറായിട്ട് സംസാരിക്കാതിരിക്കാൻ. ഞാൻ ചില സമയത്ത് സംസാരിക്കാൻ തുടങ്ങിയ കൈവിട്ടു പോകുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഓക്കെ, സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതൊന്ന്, നഖത്തിന് അല്ലെങ്കിൽ കൈയിന് ഏറ്റവും വില്ലനായി നിൽക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രോപ്പർ മോയ്സ്ചർ ഇല്ല എന്നുള്ളതാണ്. ഈ മോയ്സ്ചർ എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? അതാണ് വെരി ഫസ്റ്റ് പോയിന്റ്. ഈ മോയ്സ്ചർ നമുക്ക് കൈകളിൽ അല്ലെങ്കിൽ കാലുകളിൽ മോയ്സ്ചർ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? വെള്ളവുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യപ്പെടുമ്പോഴാണ്. ഓക്കെ, വെള്ളവുമായിട്ട് കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നാച്ചുറൽ മോയ്സ്ചർ നഷ്ടപ്പെടുന്നുണ്ട്. സോ അത് തടയുന്നതിന് വേണ്ടി കൈകളിൽ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. അതേസമയം വെള്ളവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഗ്ലൗസസ് ഉപയോഗിക്കണം. ഈ ഒരു പോയിന്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? വില്ലനായി നിൽക്കുന്നത് വെള്ളമാണ്. വെള്ളവുമായിട്ട് വിരലുകൾ അല്ലെങ്കിൽ കൈകൾ അല്ലെങ്കിൽ നഖങ്ങൾ ഇൻട്രാക്റ്റഡ് ആവുമ്പോൾ, ഇടപഴകുമ്പോൾ നമുക്ക് മോയ്സ്ചർ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്ലൗസസ് ഉപയോഗിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ഡ്രസ് വാഷ് ചെയ്യുമ്പോൾ, നമ്മുടെ അകം ഇൻസൈഡ് ഓഫ് ദ ഹൗസ്, അകം അല്ലെങ്കിൽ ഔട്ട്സൈഡ് എവിടെയാണെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൗസസ് ഉപയോഗിക്കണം. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അത് പറയുന്നു. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഭംഗി നിലനിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് പോസിബിൾ ആയാലേ ഇത് പോസിബിൾ ആവുള്ളൂ. അത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, സോ നമ്മൾ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായില്ലേ? സോ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ നെയിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കണം എന്നുള്ളത്. അതാണ് പോയിന്റ് 1. ഓക്കെ, അടുത്ത പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. അതിൽ വൈറ്റമിൻ ഡി, സിങ്ക്, അയൺ, ബയോട്ടിൻ, ഇത്രയും വൈറ്റമിൻസ്, ഇതല്ലാതെ കുറേ വൈറ്റമിൻസ് ഉണ്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത്രയും വൈറ്റമിൻസ് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നില്ലെങ്കിലും നമുക്ക് നെയിൽസ് കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത, പൊട്ടിപ്പോകാനുള്ള സാധ്യത. ഇപ്പം നെയിൽ കെയറിന് അല്ലെങ്കിൽ കൈയിൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്യേണ്ട രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളല്ല മെഡിസിൻ എടുക്കേണ്ടത്, ഒരു ഡോക്ടറോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരം തന്നെ മെഡിസിൻ എടുക്കുക. ഓൺലൈനിൽ കാണുന്ന സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിക്ക് വേണ്ട സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ദയവ് ചെയ്തൊരു ഡോക്ടറെ പോയി തന്നെ കണ്ടിട്ട്, ഒരു 700 റുപ്പീസ് 800 റുപ്പീസാണ് ഒരു കൺസൾട്ടിങ് ഫീസായിട്ട് ഒരു MD വരെയുള്ള ഡോക്ടേഴ്സൊക്കെ നോർമലി വാങ്ങിക്കുന്നത്. അപ്പോൾ ആ പൈസ ഒരു നഷ്ടമല്ല. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുക. ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് മെഡിസിൻ എടുക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിൽസ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഞാൻ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാലത്തും അത് വളരില്ല. അപ്പോൾ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ, നെയിൽ ബൈറ്റിംഗ് വരാതിരിക്കാൻ. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സെക്കൻഡ് പോയിന്റ് ഈസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സിങ്ക്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് എടുക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് നാച്ചുറലി എങ്ങനെ ഫിൽ ചെയ്യാം? എഗ്ഗ് കഴിക്കണം, ഫിഷ് കഴിക്കണം, ചിക്കൻ കഴിക്കണം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, നട്ട്സ് ആൻഡ് സീഡ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. എൻ്റെ ഡയറ്റൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നെയിൽസിന് ഒരു പ്രശ്നം സംഭവിക്കില്ല. ദാറ്റ് പ്രോപ്പർ ന്യൂട്രീഷൻ ഞാൻ തന്നെ അതിൽ ഫിൽ ചെയ്തിട്ടാണ് ഡയറ്റ് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. കെയർഫുള്ളിയാണ് ഞാൻ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർ മൈ
പേഴ്സണൽ ക്ലയൻസിനൊക്കെ ഇത് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതൊന്നും ഇല്ലാതെ അവർക്ക് ഒരു ഡയറ്റ് പോലും വരുന്നില്ല. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എപ്പോഴും ഡയറ്റ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം ചിക്കൻ എടുക്കുക. ആഴ്ചയിൽ 3 ദിവസമോ ആഴ്ചയിൽ 2 ദിവസമോ ചിക്കൻ ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ 3 ദിവസം ഫിഷ് ഉണ്ടായിരിക്കണം, നല്ല ഫിഷ് ഉണ്ടായിരിക്കണം. ചെറിയ മത്സ്യങ്ങൾ, മത്തി, നെത്തോലി പോലുള്ള മത്സ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാൽമൺ നല്ലൊരു ഫിഷാണ്. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഡയറ്റ് എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോട്ടിൻ എഗ്ഗ് കഴിക്കുമ്പോൾ ഒരു ഹോൾ എഗ്ഗ് ദിവസേന കഴിക്കുക. അതിൽ യെല്ലോനെ മിസ് ചെയ്യാതിരിക്കുക. ബയോട്ടിൻ അതിലാണ് ഇരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെ. ഇനി പോയിന്റ് നമ്പർ 3. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റോട് കൂടി എൻ്റെ ഈ അധിക പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഈ വീഡിയോ? ഈ കൈൻഡ് ഓഫ് വീഡിയോസ് ഇനി വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അഡ്വൈസ് ചെയ്യാം. നിങ്ങളുടെ അഡ്വൈസസ് ഒക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യാം, അതും ഞാൻ അനുസരിക്കും. കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു പേജ് കമന്റ് ഇടരുത്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യും. അത് ഒബ്വിയസ്ലി അതെല്ലാവർക്കും അറിയാലോ. നമ്മൾ നെഗറ്റീവ്സ് എടുക്കാറില്ല, കാരണം നെഗറ്റീവ്സ് കൊണ്ട് നമ്മൾ അനദർ ലെവലിലോട്ട് പോകുന്നില്ല. നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ അനദർ ലെവലിലോട്ട്, ലൈഫിന്റെ അനദർ ലെവലിലോട്ട് കൊണ്ടുപോകാനില്ല, തളർത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ളവരെ ഞാൻ എടുക്കാറില്ല. അത് എടുക്കാറില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന കമന്റുകൾക്ക് താഴെ മാത്രമേ നിങ്ങൾ ഹാർട്ട് കമന്റ് ഇടാറുള്ളൂ. അത്രയേ ഉള്ളൂ. സ്നേഹിക്കുന്നവർ മതി എനിക്ക് എൻ്റെ ലൈഫിൽ. അല്ലാണ്ട് എന്നെ ദ്രോഹിക്കുന്നവരെ ഞാൻ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഉപ്പിലിട്ട് വെക്കുമോ? സോ ഐ ഡോണ്ട് കെയർ. അത് അങ്ങനെ പറയുന്നത് അതിന് എനിക്ക് മാറ്റർ അല്ല. എന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് പറയാൻ പോവാണേ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇടയ്ക്കൊന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് മാനിക്യൂർ ചെയ്യുക എന്നുള്ളത്. ഇനി എല്ലാവർക്കും പാർലറിൽ പോയിട്ട് മാനിക്യൂർ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരും സമയമില്ലാത്തവരും ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ മാസത്തിൽ 2 മാസം കൂടുമ്പോഴാണ് ഞാനൊന്ന് മാനിക്യൂർ ചെയ്യാറ്. അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കൈ ഭയങ്കര ഡ്രൈ ആയിരുന്നോ, അല്ലെങ്കിൽ കൈയിനൊരു കെയർ കൊടുക്കേണ്ട സമയമായി നമുക്ക് ഇടയ്ക്ക് തോന്നില്ല. ഇടയ്ക്ക് നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്നതൊക്കെ എപ്പോഴാണ് നമുക്ക് തോന്നില്ലേ നെയിൽ കട്ട് ചെയ്യാറായിട്ടോ എന്ന് തോന്നില്ലേ? അതേപോലെ നെയിൽ കട്ട് ചെയ്യാറായി എന്ന് തോന്നുന്ന സമയത്ത് ഈ നെയിൽ പോളിഷൊക്കെ നല്ലൊരു ഇത് വെച്ച് റിമൂവർ വെച്ച് നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ നെയിൽ കെയർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ക്യൂട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബൊക്കെ എവിടെ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിക്കാൻ നിങ്ങൾക്ക്. ഇത് കുറേ സ്ക്രബ് ഉണ്ട് എൻ്റെ അടുത്ത്. ഈ ബോട്ടിലല്ലാണ്ട് വേറൊരു ഹാഫ് ബോട്ടിൽ കൂടി സ്ക്രബ് ഉണ്ട്. ഈ സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിരലുകൾക്ക് നല്ല സ്ക്രബ് കൊടുക്കണം. സ്ക്രബ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ആയിട്ട് കിട്ടും. ഓക്കെ, ഡെഡ് സെൽസ് റിമൂവ് ആവുന്നത് വരെ സ്ക്രബ് കൊടുത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് നമുക്കതൊരു സോഫ്റ്റ്നെസ് വരുന്ന സമയത്ത് നല്ലപോലെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ച് അത് വാഷ് ചെയ്ത് കളയണം. അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണോ? ഒരു മാനിക്യൂറിൻ്റെ രീതിയാണ്. അത് മാനിക്യൂർ ചെയ്യുമ്പോൾ എന്താണ് പാർലറിൽ ചെയ്യുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നെയിലിനെ വെള്ളത്തിലിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഈ സ്ക്രബ് അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് നല്ലപോലെ മസാജ് കൊടുത്ത് നല്ലപോലെ നെയിൽസിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെയിൽസിനും എൻറ്റയർ ഹാൻഡിനും നല്ലപോലെ മസാജ് കൊടുത്ത് ഉപ്പിട്ട ഇളം ചൂടുവെള്ളത്തിൽ ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ബ്രഷ് ഉപയോഗിച്ച് നെയിൽസൊക്കെ നല്ലപോലെ കഴുകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട്, വളരെ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഈ മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നെയിൽ ഈ മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലപോലെ ഇത് ഹാൻഡ് മോയ്സ്ചറൈസ് ചെയ്യാം. കൈകളെ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്തെടുക്കുക. ഇനി രാത്രിയാണ് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലെ, അല്ലെങ്കിൽ രാത്രി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. എന്നിട്ട് ഇതും കൈയിൻ്റെ മീതെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സോക്സ്, നമ്മുടെ സാധാരണ കാലിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രഷ് സോക്സ് കൈകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് സോക്സ് ഇട്ട് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിന് എവിടെയെങ്കിലും ക്രാക്സോ അങ്ങനെ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ ഡ്രൈനെസ്സോ, ഓവർ ഡ്രൈനെസ്സോ, ചിലവരുടെയൊക്കെ കയ്യിലൊക്കെ ഡ്രൈനെസ് കാരണം ഇവിടെ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ടായിരിക്കും, ഇവിടെ ഇങ്ങനെ മാർക്ക് വീണിട്ടുണ്ടായിരിക്കും, ഒട്ടും സോഫ്റ്റ് അല്ലാത്ത കൈകളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്ത് നോക്കും. നല്ലപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഏത് സ്ക്രബ് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല നമുക്ക് സോഫ്റ്റ്നെസ് തരുന്ന സ്ക്രബ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ കൊക്കോ ബട്ടർ അല്ലേ,
അങ്ങനത്തെ സ്ക്രബൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ്. ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. ഷിയ ബട്ടർ അടങ്ങിയിട്ടുള്ള എന്താണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ഉപയോഗിക്കുക, കൈകളെ സോഫ്റ്റ് ആക്കുന്ന സ്ക്രബ് ഉപയോഗിക്കുക. എനിക്ക് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിനെ പറ്റി അറിയാം, പക്ഷെ അതിനെപ്പറ്റി പഠിച്ചിട്ടല്ല ഇപ്പം ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, എനിവേ ഷിയ ബട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഞാൻ ബ്യൂട്ടി പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുതരാം, പക്ഷേ എനിക്കിതൊരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഡോക്ടറെയാണ് പോയി കാണുക, അതല്ലാണ്ട് സെൽഫ് ട്രീറ്റ്മെൻ്റ് ഇല്ല, അത് കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. സോ അതുകൊണ്ട് അപ്പോൾ നല്ലപോലെ സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഓക്കെ, അപ്പം നിങ്ങളുടെ ഫേസ് മസാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുന്നതിന് സഹായിക്കും എന്ന് പറയപ്പെടുന്നു. ഇത് യോഗയിലൊക്കെ പറയുന്നതാണ് കേട്ടോ. എനിവേ കൈകൾക്ക് നല്ലപോലെ മസാജ് കൊടുത്തതിന് ശേഷം ഒരു സോക്സ് ഇട്ട് വയ്ക്കാം, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുക. രാവിലെ ആകുമ്പോഴേക്കും കൈകൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ ഓൾ ടോട്ടൽ പറഞ്ഞു വന്നത് 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈകൾ ജലവുമായിട്ട് വാട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസസ് ഉപയോഗിക്കുക, പ്രോപ്പർ ന്യൂട്രിയൻസ് കൊടുക്കുക, സ്ക്രബ് ഉപയോഗിക്കുക, മോയ്സ്ചറൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇപ്പം ഞാൻ ഈ 15 മിനിറ്റ് എടുത്തത്. നിങ്ങൾക്ക് ബോറടിച്ച് കാണും. എനിവേ ഇങ്ങനത്തെ ബോറടിപ്പിക്കുന്ന വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടോ, ഞാൻ ഇനിയും വരണോ, ഇതുപോലെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന വീഡിയോസ് ഇനിയും വരണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോളൂ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. എന്താണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന വളരെ കുറച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ദാറ്റ് ഹാപ്പിനെസ് ഈസ് ഓൾവേസ് മൈൻ. താങ്ക് യു, ലവ് യു, കെട്ടിപ്പിടിച്ചു. വീണ്ടും കാണാം കേട്ടോ.